ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി 1947 കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി അദ്ദേഹം അത് ചിട്ടപ്പെടുത്തി. ഈ ചിട്ടപ്പെടുത്തുമ്പോഴത്തേക്ക് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നുള്ള രീതിയിലാണോ എഴുതിയിരിക്കുന്നത്? അങ്ങനെ എഴുതാൻ പറ്റുമോ? ഒരിക്കലും എഴുതാൻ പറ്റത്തില്ല. സോ കാലാകാലങ്ങളിൽ പ്രോഗ്രസ് അനുസരിച്ച് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്, നവീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മോദിജി ഇരുന്ന് ഭരിക്കുന്ന സമയത്ത് ആനുകാലിക പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ടിട്ട് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുമുണ്ട്, മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റുന്നുമുണ്ട്. ജീസസ് വന്ന സമയത്ത് കുറുപ്രാവിനെ യാഗം കഴിക്കുന്നുണ്ട്, ആട്ടുകൊറ്റനെ യാഗം കഴിക്കുന്നുണ്ട്, കാളക്കിടാവിനെ യാഗം കഴിക്കുന്നുണ്ട്. ജീസസ് ഈ സിസ്റ്റത്തെ സ്റ്റോപ്പ് ചെയ്തു. ഈ സിസ്റ്റം നിലവിൽ കൊണ്ടുവന്നതാരാ? മോശ വഴി ദൈവം കൊടുത്തു എന്നുള്ള രീതിയിലാണ് മോശ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, മോശയ്ക്ക് ദൈവം കൊടുത്തതാണോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, അതോടെ നിൽക്കട്ടെ, നമുക്കതിലേക്ക് പിന്നെ പോകാം. അപ്പോൾ ഈ സിസ്റ്റം കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മോസസാണ്. മോസസ് എന്ന് പറയുന്ന ജ്യൂസിൻ്റെ ദൈവത്തെ പോലെ അവർ കാണുന്നൊരു വ്യക്തിയാണ്. ദൈവം കഴിഞ്ഞ് അടുത്ത മോസസാണ് അവർക്ക്. സോ ഈ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജീസസ് വരുമ്പം ഈ സിസ്റ്റത്തെ കണ്ണുടച്ച് ജീസസ് അങ്ങ് എതിർക്കുവാണ്. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, പഴയ നിയമ തിരുവഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന പല നിയമങ്ങളെയും ജീസസ് കാറ്റിൽ പറത്തുവാണ്. പഴയ നിയമത്തിൽ പറഞ്ഞില്ലേ, കുഷ്ഠരോഗിയെ നീ തൊടരുത്, കുഷ്ഠരോഗിയുടെ വീട്ടിൽ നീ പോകരുത്, ഒരു കുഷ്ഠരോഗി നിന്നെ തൊട്ടാൽ നീ 7 ദിവസം ശുദ്ധി ആചരിക്കണം, എന്നിട്ട് ദേവാലയത്തിനകത്തുള്ള വ്യവസ്ഥ അനുസരിച്ചുള്ള യാഗങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടേ നിനക്ക് റെസ്റ്റോറേഷൻ ഉള്ളൂ, നീ പബ്ലിക്കിനകത്ത് വരാവൂ. ഇതാണ് മോശയുടെ നിയമം. യേശു കുഷ്ഠരോഗിയുടെ വീട്ടിൽ പോവുക മാത്രമല്ല, അവനെ തൊട മാത്രമല്ല, അവിടെ നിന്ന് ചാപ്പാടും കഴിച്ചിട്ട് ഈ പറഞ്ഞ ഒരു കാര്യവും ചെയ്യാതെ കൂളായിട്ട് ഇറങ്ങിപ്പോകും. പരസ്യമായ ന്യായപ്രമാണ ലംഘനമല്ലേ? എന്ത് അതോറിറ്റിയാണ് ഇത് ലംഘിക്കാനായിട്ട് യേശുവിനുള്ളത്? ഇന്നത്തെ ക്രിസ്ത്യാനി പറയും അത് ഒരു ദൈവമായിരുന്നു എന്ന് പറയും. യേശുവിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, പൗലൂസിലേക്ക് വാ. ഗലാത്യർ ലേഖനത്തിലേക്ക് പൗലൂസ് പറയുമ്പോഴത്തേക്ക് പൗലൂസ് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് ഞങ്ങളുടെ ദൈവം എന്നൊക്കെ ഊറ്റം കൊണ്ട് നിൽക്കുന്ന ജ്യൂസിൻ്റെ അടുത്ത് പറയുകയാണ്, സാറ എന്ന് പറയുന്ന ഒരാളില്ല, അതൊരു നിയമമാണ്. ഹാഗർ എന്ന് പറയുന്ന ഒരാളില്ല, അതൊരു നിയമമാണ്. ഇസഹാക്കും ഇസ്മായിൽ എന്നൊക്കെ പറയുന്നത് ആ നിയമത്തിൻ്റെ സന്തതികളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളൊന്നുമില്ല. വായിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ പഴയ നിയമത്തിലെ ഏറ്റവും പില്ലറായി നിൽക്കുന്ന അബ്രഹാം ഫാമിലിയെ അദ്ദേഹം ഒരു കൺസെപ്റ്റായിട്ട് ഊതി പറത്തുക.